മലപ്പുറം പെരുമ്പടപ്പ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി CPIM. ഏരമംഗലത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമമെന്നാണ് പരാതി. ഉത്സവത്തിനിടെ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ പോലീസ് നരനായാട്ടെന്നും CPIM ആരോപിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, ഇതെന്താണ് സംഭവം? ഏപ്രിൽ 2-നായിരുന്ന ഈ എരമംഗലം പുഴക്കര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഈ ക്ഷേത്രോത്സവത്തിന് പ്രദേശത്തെ 9ഓളം ക്ലബ്ബുകളിലെ പ്രവർത്തകർ, ക്ലബ്ബ് അംഗങ്ങൾ, അവരുടെ വരവ് പൂരങ്ങളും ഉണ്ടായിരുന്നു. ഈ പൂരങ്ങൾ വന്നു പോയതിനു ശേഷം ഇടയ്ക്കുണ്ടായ ഒരു തർക്കമാണ്. 2 പോലീസുകാർ ഈ ക്ലബ്ബ് അംഗങ്ങളെ ചിലരെ മർദ്ദിച്ചു എന്നാണ് പരാതി. അതേ തുടർന്ന് പോലീസും തമ്മിലുള്ള തർക്കമുണ്ടായി എന്ന് പറയുന്നു. പക്ഷേ പോലീസിനെ ആക്രമിച്ചു ഈ യുവാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് പിന്നീട് രാത്രിയിൽ 3-4 വീടുകളിൽ കയറി പ്രതികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാക്കളെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ കാണുന്നത്. അത് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വലിച്ചിഴിച്ചു കൊണ്ടുവന്നു. 18, 20, 22 വയസ്സുമായ യുവാക്കളാണ് ഈ ക്ലബ് അംഗങ്ങൾ ഉള്ളത്. ഇവർക്ക് നേരെയാണ് ഈ അക്രമവും ഉണ്ടായത്, പോലീസിന്റെ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ CPIM എരമംഗലം ലോക്കൽ കമ്മിറ്റി തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും മലപ്പുറം SP-ക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ വിശദീകരിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ യുവാക്കളെ, ഈ വിദ്യാർത്ഥികളെ, കോളേജ് വിദ്യാർത്ഥികളാണ്, ഈ കോളേജ് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നു. അതായത് പോലീസ് മുറ, വല്ലാത്ത പോലീസ് മുറ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് മർദ്ദനമേൽപ്പിക്കുന്ന സാഹചര്യം, വാഹനങ്ങൾ കയറ്റി, സ്വകാര്യ വാഹനങ്ങൾ, ഈ പോലീസുകാരുടെ സ്വകാര്യ വാഹനങ്ങളിൽ കയറ്റിയാണ് ഇവരെ കൊണ്ടുപോയി ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പെരുമ്പടപ്പ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി CPIM തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. എരമംഗലത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ അതിക്രൂര അതിക്രമമെന്നാണ് പരാതി.